ഇതിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പകൽക്കാലം വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസം എങ്ങനെ അതിനെ സ്ട്രോങ്ങർ ആക്കാം, അതിനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ദേവസ്വനെ താല്പര്യപ്പെടുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ആണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏത് തരത്തിൽ അത് സ്ട്രോങ് ആയിരിക്കുന്നു എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഏലിയ പ്രവാചകനെ കുറിച്ച് ബൈബിൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ദൈവത്താൽ അതിശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനായിരുന്നു ഏലിയാവ്. ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. ഏലിയാവിനെ പോലെ ഇങ്ങനെ ദൈവത്തെ ഇങ്ങനെ ചലഞ്ച് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഒരു വിശ്വസിക്കുന്ന ഒരു പ്രവാചകരെ ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ഏലിയാവിന്റെ ജീവിതം നമ്മുടെ വിശ്വാസത്തിൽ കർത്താവ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ ദൈവം ഇറങ്ങി വരും, ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെയും പറയുമ്പോൾ അത്രമാത്രം ആഴത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് ഏലിയാവിനെ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളരുമ്പോൾ അവരുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ വളർന്നു വരും, അല്ലെ? അവരുടെ കൈകൾക്ക് കാലുകളൊക്കെ വളർന്നു വരും, അവരുടെ ബോഡിക്ക് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസം ഇതുപോലെ വളരേണ്ടത് ആവശ്യമാണ്. വിശ്വാസത്തിന്റെ മസിലുകൾ അതൊക്കെ ഇങ്ങനെ വളരേണ്ടത് ആവശ്യമാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്കറിയാം ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, അവര് ജിമ്മിലൊക്കെ പോയിട്ട് അവരുടെ മസിലുകൾ ഇങ്ങനെ ഭയങ്കര എക്സസൈസ് ചെയ്യുമ്പോൾ അവരുടെ മസിലുകൾ ഇങ്ങനെ വലുതായി വളർന്നു വരും, ബോഡിക്ക് വളരെ മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ മസിലുകൾ നമ്മൾ അതിനെ എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് വളരുന്നതാണ്. സ്തോത്രം. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ചില പാസ്റ്റ് ഇയേഴ്സിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു വിശ്വാസമായിരിക്കരുത് കർത്താവിൽ നാളിൽ നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആ യാത്ര മുന്നോട്ട് പോകുന്നത്. അത് വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വളരാൻ പല സാഹചര്യങ്ങൾ ഒരുപക്ഷെ കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരുക്കിയെന്നിരിക്കാം. പലപ്പോഴും പല പ്രതികൂല സാഹചര്യങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കാം നമ്മുടെ വിശ്വാസത്തെ വളരുവാനായിട്ട് പരിശുദ്ധ ആത്മാവ് നമ്മളെ ഇടയാക്കുന്നത്. നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതിനോട് പോസിറ്റീവായിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ മസിലുകൾ വണ്ണം വെച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വിശ്വാസ കണ്ണുകളാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കണം. ഒരു കാലത്തൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും വാടി തളർന്നിരുന്ന നമ്മൾ പലരും ഹല്ലേലൂയ ഇപ്പൊ മല പോലുള്ള പ്രശ്നം വരുമ്പോഴേ നമ്മൾ വാടുന്നില്ല, നമ്മൾ തളരുന്നില്ല. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോഴും നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എവിടേക്കോ നമ്മുടെ മസിലുകൾ വളരുന്നുണ്ട്. ഹല്ലേലൂയ. സ്പിരിച്വലി നമ്മൾ കുറേ കൂടി സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയെന്ന് അതിന്റെ അർത്ഥം. എലിയാവിന്റെ ലൈഫിൽ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് വളരെ എരിവുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. ബാലിന്റെ പ്രവാചകന്മാരും ഏലിയാവും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നത് ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവിടൊപ്പം ഏലിയാവ് പോയിട്ട് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ആരാണ് യഥാർത്ഥ ദൈവമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാലിന്റെ പ്രവാചകന്മാരുമായിട്ട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത്, ചില വാക്കാലുള്ള കാര്യങ്ങൾ. അപ്പം ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും 2 യാഗപീഠങ്ങൾ പണിയാം, എന്നിട്ട് ദൈവം തീ ഇറക്കി ആരുടെ യാഗപീഠത്തിലാണ് പ്രസാദിക്കുന്നത് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും യാഗപീഠങ്ങൾ ബാലിന്റെ പ്രവാചകന്മാർ ഒരു വശത്തെ യാഗപീഠം പണിയാൻ തുടങ്ങി, ഏലിയാവും പണിയാൻ തുടങ്ങി. പക്ഷെ ഏലിയാവ് പണിതതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അതായത് ഹല്ലേലൂയ ഒരു കാരണവശാലും ദൈവപ്രവർത്തിക്ക് ഒരു സാധ്യതയും ഇല്ലാതെ വണ്ണം യാഗപീഠം അവിടെ പണിയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. കല്ലുകളൊക്കെ കൊണ്ടുവന്ന് യാഗപീഠം പണിത് അതിന് ചുറ്റും ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 2 സെയാവിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിലൊരു തോടുണ്ടാക്കി യാഗപീഠത്തിന് ചുറ്റും. 2 സെയാവിത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ജസ്റ്റ് വിക്കിപീഡിയയിലെങ്കിലും നോക്കിയപ്പോ എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയില്ല. ഏകദേശം ഒരു 144 ഒരു മീഡിയം സൈസ്ഡ് എഗ്ഗിന്റെ വിസ്താരത്തിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 13-14 ലിറ്ററോളം വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിസ്താരത്തില് ഒരു തോടുണ്ടാക്കിയിട്ട് ആ തോടിൽ എന്ത് പറഞ്ഞു, കാളയൊക്കെ വെച്ചതിന് ശേഷം, യാഗപീഠത്തിന് മേലെ കാളയൊക്കെ വെച്ചതിന് ശേഷം ആ തോട്ടിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചു. ഒരു വട്ടമല്ല. സ്തോത്രം. ഹല്ലേലൂയ. 4 തൊട്ടിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിനെന്ന് കൽപ്പിച്ചു. 2-ാം പ്രാവശ്യവും അവരങ്ങനെ ചെയ്തു, 3-ാം പ്രാവശ്യവും അവരങ്ങനെ ചെയ്തു.
അപ്പൊ വെള്ളമൊക്കെ നമ്മൾക്കറിയാം, വിറകും അല്ലെങ്കിൽ യാഗവസ്തു ഒക്കെ വെച്ച് അതിനകത്തോട്ടൊക്കെ പച്ചവെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കത്തുക എന്നുള്ളത് മാനുഷികമായ നിലയിൽ ഒരിക്കലും സാധ്യമായൊരു കാര്യമല്ല. നമുക്കറിയാം മഴക്കാലത്ത് പറമ്പിൽ കിടക്കുന്ന വിറക് എടുത്തോന്ന് വെച്ചാൽ ഇങ്ങനെ പോഞ്ഞോണ്ടിരിക്കുന്നതിലെ കത്താൻ സാധ്യതയില്ല. അപ്പം അവർ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഇത് മാനുഷ്യമായ ഒന്നും ഇതിന്റെ പിന്നിലില്ല, ഇവിടെ ദൈവമാണ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്തു വെള്ളം ഒഴിച്ച് ഹല്ലേലൂയ, വേണമെങ്കിൽ ആ തീയുടെ ആ കത്താനുള്ള എല്ലാ ഇതിനെയും ശമിപ്പിച്ചിട്ട് സ്തോത്രം അതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ നിൽക്കുന്ന ജനത്തിന് മുമ്പിൽ അവിടുന്ന് ജീവനുള്ള ദൈവം എന്ന് തെളിയിക്കേണ്ടതിന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലന്റെ ആൾക്കാർ ഉച്ചവരെ അവിടെ കിടന്ന് തലയും കുത്തി മറിഞ്ഞ് വിളിച്ചിട്ടും ബാലെ ഇറങ്ങി വരണേ തലയും കുത്തി മറിഞ്ഞ് വിളിച്ചിട്ടും അവരെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്തു. ലാസ്റ്റ് അവരുടെ ദേഹത്തെ വരെ മുറിവേൽപ്പിച്ചെന്നാ കാണുന്നു, രക്തം ഒഴുക്കി. പക്ഷെ അവരുടെ ദൈവം ഇറങ്ങി വന്നില്ല എന്ന് മാത്രമല്ല, വിളിയും കേട്ടില്ല, ഒന്നൊരു അനക്കവും ഉണ്ടായില്ല. സ്തോത്രം. എന്നാൽ നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഏലിയാവിന്റെ ദൈവം ജീവനുള്ള ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് അവിടെ ഇറങ്ങി വന്ന് ആ തീയിട്ട് ദഹിപ്പിച്ച് അതിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇവിടെ വായിക്കുന്നുണ്ട്, നോക്കിക്കോണം. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. 38-ാമത്തെ വാക്യം, ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. നോക്കിക്കോണം. ഹല്ലേലൂയ, അതുവരെ ആ ജനം ആരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ദൈവ പ്രവർത്തിക്ക് കാരണമാകുവാൻ തക്കോണം ഏലിയാവിന്റെ വിശ്വാസത്തെ ഉപയോഗിച്ചു. ഹല്ലേലൂയ, സിമ്പിളായ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ഒരുപാട് ഫോൾട്ടുകൾ ജീവിതത്തിലുള്ള ഒരു മനുഷ്യൻ, നമ്മളെ പോലെയൊക്കെ സാധാരണക്കാരനായ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അവന്റെ വിശ്വാസം അത്രത്തോളം ഉണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന് വലിയൊരു വിശ്വാസം ഏലിയാവിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അത് അവന്റെ ലൈഫിന് മാത്രമല്ല, അവിടെ കൂടിയിരുന്നവരുടെ ലൈഫിൽ കൂടെയും ജീവനുള്ള ദൈവത്തെ കാണുവാനുള്ള ഒരു മുഖാന്തരം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം എല്ലായ്പ്പോഴും ഇതുപോലെ അത്ഭുതങ്ങളെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകണമെന്നില്ല. പക്ഷെ ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കാനും നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നാണ് ഈ വചനഭാഗം നമ്മെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെ വിളിച്ചു വരുത്തുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളിപ്പോ വേണമെങ്കിൽ പറയാ അതെല്ലാം വെച്ചിട്ട് കർത്താവേ എന്ന് തീർക്കി വരണേ. പക്ഷെ അങ്ങനെയല്ലേ അവിടെ പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിന്റെ സാധ്യതകളെല്ലാം നശിപ്പിച്ചിട്ട് ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഉള്ള ചങ്കൂറ്റം, അതിനുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇപ്രകാരമുള്ളൊരു വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരിക. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടെ നിന്നാണ് എന്റെ ജീവിതം നയിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഹല്ലേലൂയ ഒരു ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നത് പോലെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ ചലിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നുള്ള, ദൈവത്താൽ ഞാൻ നിയന്ത്രിതമാണെന്നുള്ള വിശ്വാസത്താൽ നാം മുന്നേറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവമാണ് സകലത്തിലും മതിയായവെന്നുള്ള വിശ്വാസം നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അത്ഭുത കാര്യങ്ങളെ നമ്മുടെ ഭവനത്തിൽ കുടുംബങ്ങളിൽ ചെയ്തെടുക്കുവാൻ, ദൈവപ്രവർത്തികളെ നമ്മുടെ ഭവനങ്ങളിൽ വിളിച്ചു വരുത്തുവാൻ തക്കമുള്ള വിശ്വാസത്തിന്റെ വീരന്മാരായി അല്ലെങ്കിൽ വീരമതികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം എവിടെങ്കിലൊക്കെ വീക്ക് ആകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം എവിടെ എന്ന ജാതികൾ പരിഹസിക്കുന്ന നിലവാരത്തിലുള്ള ദൈവത്തെ കാണാത്ത ഏരിയകൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവെ ഇവിടെയും അങ്ങേക്ക് പ്രവർത്തിക്കാൻ കഴിയും. എത്ര അസാധ്യമായ മേഖലകളിലും എന്റെ ദൈവത്തിന് അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. എന്റെ ദൈവം ആരെന്ന് അവിടെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ. ഒരുപക്ഷെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിലല്ല, അതിലും ഉപരിയായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവ് അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ മസിലുകൾ വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ നിമിഷങ്ങളിലും കർത്താവിൽ അങ്ങനെ വളരുവാൻ ശക്തമേറിയ ദൈവപ്രവർത്തികൾ അസാധാരണമായ എന്ന് പറയുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ളതല്ല, സ്തോത്രം, അസാധാരണമായിട്ടുള്ള പ്രവർത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഏലിയാവിന്റെ ലൈഫിൽ പ്രവർത്തിച്ചെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവെ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഹല്ലേലൂയ കാര്യങ്ങളെ ചെയ്യാൻ സഹായിക്കണമേ. അങ്ങനെയുള്ള ദൈവവചനങ്ങൾ ഈ ബൈബിളിൽ നിന്ന് അതിനെ പെറുക്കിയെടുക്കുവാൻ ഭക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.